I'm from Washington. Oh, powder in the way. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ചിക്കമംഗ്ലൂരിലെ മുളയഗിരി പോയതായിരുന്നു. ആ വീഡിയോയുടെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അവിടുത്തെ ബാബ ബുധൻഗിരി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിട്ട് വരും. പിന്നെ അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു വിഷയം. അപ്പോൾ ഞാൻ ആ വീഡിയോ അവിടെ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇൻട്രോ ഞാൻ ഒരു കണ്ടിന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻട്രോ പിന്നീട് എടുത്ത ഇൻട്രോ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് മുളയഗിരിയിൽ നിന്ന് പോയിട്ട് നമ്മൾ ഇനി വണ്ടിയിൽ എണ്ണ ഇല്ല, പെട്രോൾ അടിക്കാൻ പോകണം. പെട്രോൾ അടിച്ചിട്ട് ഇവിടുത്തെ ഒരു കിടിലൻ സ്പോട്ടാണ് ബാബ ബുധൻഗിരി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിരിക്കും ഈ വീഡിയോ. നേരത്തെ നമ്മൾ കയറി വന്നപ്പോൾ ഇവിടെ നിന്ന് ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പൊളി പൊളി പൊളി, ഇതിലപ്പുറം വാക്ക് പറയാനില്ല. ഇത് രാത്രി ഒന്നുമല്ല, ഉച്ചക്ക് 2 മണിക്കാണ്. അതാണ് ആലോചിക്കേണ്ടത്. ഏയ് വല്ലതും കാണുന്നുണ്ടോ? വണ്ടിയിൽ എണ്ണൊക്കെ അടിച്ച് ഇവിടുത്തെ മറ്റേ എന്താ ഒരു പേര് ഞാൻ മറന്നിട്ട് ഞാൻ മേലെ തിരി പറഞ്ഞുതരാം. ഒരു പീക്കും കൂടി ഉണ്ട്, അതാണ് ടോപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതും കൂടി കാണാൻ വേണ്ടി കയറുകയാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. 5 മണി കഴിഞ്ഞാൽ താഴത്തുനിന്നിട്ട് വണ്ടി കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞത് അവിടെയുള്ള ആൾ കിട്ടുക. കറക്റ്റ് എനിക്ക് അറിയില്ല. പോകുന്ന വൈക്കുള്ള കാഴ്ച ഇതാണ് ഇട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ആക്കാത്തത്. ഇതൊക്കെ ഒന്ന് ഒരുപാട് കണ്ടതാണ്. ഞങ്ങൾ ടോപ്പ് എത്തിയിട്ട് പ്രത്യേകിച്ച് കാഴ്ചകൾ എന്തുണ്ടാവും നോക്കുക. കർണാടകത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നും പർവ്വതനിരയുമാണ് ബാബ ബുധൻഗിരി എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1895 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യകാലത്തെയും വിശാലവുമായ കാപ്പിത്തോട്ടങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലമാണിത്. ആ പച്ചപ്പ് കാണാൻ പൂതിയായിരുന്നു. ഇപ്പോൾ കോട, അതിൻ്റെ അടിയിൽ നിന്ന് കോട ഒഴിഞ്ഞൊരു സ്ഥലം, നല്ല പച്ചപ്പ്. അവിടെയൊക്കെ പച്ചപ്പുള്ള സ്ഥലമാണ്, പക്ഷെ നമുക്ക് കോട കാരണം കാണാൻ പറ്റിയിരുന്നില്ല. ഓ, നമ്മൾ പോയ മറ്റേ മുളയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ കാറ്റ്, അവിടുത്തെ കോടയും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കോട കയറിയ സ്ഥലങ്ങൾ മൂന്നാറിൽ വരെ പോയിട്ട് അത്ര കോടയൊക്കെ കിട്ടിയിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അവിടെ റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ എന്താ സമയം വാട്ടർഫാൾസ് ഉണ്ട്, അവിടെ നമ്മളെ വണ്ടി പോകില്ല. അവിടെ നമ്മൾ ഓഫ് റോഡ് ജീപ്പ് എടുക്കണം. ഒരു ജീപ്പിന് 800 അത് ഒരാളായാലും 8 ആളായാലും 800 റുപ്യ ജീപ്പിന്. പിന്നെ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ റേഞ്ച് കിട്ടൂല കേട്ടോ, റേഞ്ച് ഇല്ല. ലൊക്കേഷൻ അടിച്ചിടുന്നൊരു സ്ഥലത്ത് പോക്ക് നടക്കില്ല ഇവിടെ.
കാണുന്നുണ്ടോ? ആ ഈ കാണുന്നതാണ് ഫ്രണ്ടിക്ക് റോഡ് തന്നെ കാണുന്നില്ല. വലിയ ഗ്രില്ലൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നത് താഴത്തേക്ക് പോകുന്നത് സൂസൈഡ് പോയിന്റ് അങ്ങനെ എന്തെങ്കിലും ആവും. बाबा बुद्धगिरी इधर उधर फॉल्स है ऊपर देख के आते उधर. कितना किलोमीटर है? गाड़ी है चलेगा? हाँ चलेगा ऊपर तक. कितना किलोमीटर है? 3 किलोमीटर होगा. 3 किलोमीटर. കേരളത്തിനോ? സുഖം. മലയാളിയാ? മലയാളിയാണ്. എന്നാ പേര്? ഇർഷാദ്. ഇർഷാദാണോ? മലയാളിയാ. അങ്ങനെ ബാബ ബുദ്ധഗിരി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാനം 60 അങ്ങനത്തെ സംഭവം കുറെ കവറൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവിടുന്ന് ചെരുപ്പൂരിട്ട് അവിടേക്ക് പോകണം. ഏകദേശം 10-400 മീറ്റർ ചെരുപ്പൂരി നടക്കണം. പക്ഷെ ഇവിടെ മഴ ഇത് ചളി പൊളിയാക്കി എടുക്കണം. അപ്പോൾ ഊരി കഴിഞ്ഞാൽ ഷൂമിലൊക്കെ ഷൂ ഒന്നും പിന്നെ ഇടാൻ പറ്റൂല. ഫുൾ കോട പറഞ്ഞാൽ ഫുൾ കോട. ഇവിടെ എന്തൊക്കെയാണെന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല. പല സ്ഥലത്ത് വാട്ടർഫാൾസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇടല്ല ഇവിടെ നിന്ന് ഒരു 10 മീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് കൊടുത്ത് കാണില്ല. അങ്ങനെ കോട കൂടി കിടക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ചിക്കമംഗ്ലൂരൊക്കെ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ വരാൻ പറ്റിയ അടുത്തുള്ള സ്ഥലമാണ്. ഏകദേശം 350 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. ഒരുപാട് ഫാൾസുകളൊക്കെ ഓഫ് റോഡ് ജീപ്പ് എടുത്ത് പോകേണ്ട ഫാൾസുകളുണ്ട്. സൂപ്പർ സ്ഥലമാണ്. 1895 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കർണാടകത്തിലെ ഒരു ആരാധനാലയം ബാബ ബുദ്ധൻഗിരി. ഇസ്ലാം മതവിശ്വാസികൾക്കും ഹിന്ദു മതവിശ്വാസികൾക്കും ഒരേ സ്ഥലത്ത് തന്നെ ആരാധനാലയം. ദത്തപീഠ എന്നും ഇത് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി കോഫി കൃഷി ചെയ്തു തുടങ്ങിയത് ഈ സ്ഥലത്താണ്. ബാബ ബുദ്ധൻഗിരി കുന്നുകളിലാണ്. സൂഫിയായിരുന്ന ഇദ്ദേഹം യമനിൽ നിന്നും 7 കാപ്പിക്കുരുകൾ കൊടുത്തിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് കാപ്പിക്കൃഷി തുടങ്ങുന്നത്. 3 ഗുഹകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ ദർഗ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ തീർത്ഥാടന കേന്ദ്രമാണ്. ഈ മലമുകളിൽ തന്നെ മാണിക്യധാര വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ പ്രതികൂലവും സമയവും വൈകിയതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും പോയിട്ടില്ല.
തിരിച്ചിറങ്ങുകയാണ്. റോഡൊന്നും ഇവിടെ കാണുന്നില്ല. സമയം 5:30 ആയിട്ടുള്ളൂ. പക്ഷെ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടി ഇങ്ങനെ പതുക്കെ പോകണുള്ളൂ. ഓൾറെഡി തണുപ്പ്, കണ്ണ് കാണാത്ത കാലാവസ്ഥ, അതിൽ കൂടി മഴ ചാറിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കണി. അതിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോണത്. ഒരു ഇന്നോവ അതാ കംപ്ലൈൻറ്റ് ആയിട്ട് വലിച്ചു കൊണ്ടുപോകണം. ഇവിടെ നിന്നൊക്കെ വണ്ടിക്ക് പണി കിട്ടിയാലും പ്രശ്നമാണ്. മഴ പെയ്തു, ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് താത്താൻ പറ്റുന്നില്ല. കോട വന്ന് മൂടിയിട്ടായ്മ നനഞ്ഞിട്ട് കണ്ണ് കാണില്ല. ഗ്ലാസ് പൊക്കിയ ആ മുഖത്തേക്ക് തണുത്ത വെള്ളമടിക്കുകയും ചെയ്യാം. നമ്മൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ ഒരു ഫാൾസാണിത്. മുകൾക്ക് പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. പോയി നോക്കാമാണെങ്കിൽ താഴേക്കും വെള്ളം ഒഴുകുന്നുണ്ട്. പോകാൻ പറ്റും തോന്നുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ചെറിയൊരു വെള്ളക്കെട്ട് തോടായി മാറിയതാണ് തോന്നുന്നുണ്ട്. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇതിനേക്കായി വെള്ളം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ടൈമൊക്കെ നോക്കാം. മരത്തുമ്മലൊക്കെ ഒരു ചെയിനുമായിരിക്കും ഒരു സാധനം തൂക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഗോപ്രിലെ ഷൂട്ട് ചെയ്യണം. ഇത്ര ക്ലിയർ ഉള്ളു. കാരണം ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. മഴ ചാറികാണ്ട് നിൽക്കുകയാണ്. ഒന്നാകെ വെള്ളമാണ് ഫോണുമ്മൽ. അതാ മരത്തുമൊക്കെ ഉണ്ട്. ഫോണാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുമായിരുന്നു ഈ സമയത്ത്. ഈ സ്ഥലത്ത് വെച്ച് വണ്ടിക്ക് നല്ലൊരു പണി കിട്ടി. സ്റ്റാർട്ടാണില്ല. ഒന്നാമത്തെ പ്രശ്നം ഫ്യൂസിൻ്റെ പ്രശ്നമാണ്. ഫ്യൂസ് ദഹിച്ച് നോക്കട്ടെ. മഴ പെയ്തില്ലെങ്കിൽ അതിയെന്ന്. കുറേ നേരം വെച്ച് മെനക്കെട്ട് ലാസ്റ്റ് ഫീസൊക്കെ ഒന്ന് ഊരി ഒന്ന് വരുതികാണ്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കി. സ്റ്റാർട്ട് ആയിക്കുന്നു. അവിടെ എന്നിപ്പോൾ ഒരു 3-4 ഇട്ടായി അവിടെ അങ്ങനെ മിസ്റ്റേക്ക് വരുന്നത്. ഷോറൂമേർക്കും കാണിച്ചു കൊടുത്തത് എന്താണെന്ന് മനസ്സിലാണില്ല. എന്തായാലും ഓയിൽ മാറ്റാൻ അയക്കണേ. അപ്പോൾ ഒന്ന് കാണിക്കാം. ഫീസിൻ്റെ അവിടെ മറ്റൊന്ന് വണ്ടീൻ്റെ കറണ്ട് മൊത്തം പോവുക. അപ്പോൾ ഫീസിൻ്റെ അവിടെ ഒന്ന് ഊരിടുമ്പോൾ ശരിയാണ്. എന്താ സംഭവം എന്നോ അപ്പോൾ അന്ന് ഷോറൂമിൽ കാണിച്ചിട്ട് അവർക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ലേ. അവരുടെ ആകെ പൊട്ടിയുന്ന കാരണം അവിടെ ചെക്ക് പോസ്റ്റ് അടക്കും ചെയ്യും. മഴയും എവിടെയും കയറിക്കാനും പോലും ഒരു സ്ഥലമില്ലാത്ത സ്ഥലം. വന്യമൃഗങ്ങൾ ഇറങ്ങണ ഏരിയയും ഇതിപ്പോൾ കുടുങ്ങിയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. 3-4 വട്ടം ഞാൻ സാധാരണ അങ്ങനെ ഒന്ന് ഊരിയിട്ട് ഒന്ന് അവിടെയൊക്കെ ഒന്ന് മറ്റേ നമ്മൾ സ്ക്രൂ ഡ്രൈവറോടൊക്കെ ഒന്ന് വരുത്തി ഹീറ്റാക്കിയിട്ട് ഇടുമ്പോൾ അത് വർക്ക് വണ്ടി സ്റ്റാർട്ടായാലുണ്ട്. ഇന്ന് 3-4 വട്ടം ഊരിട്ട് സ്റ്റാർട്ടായില്ല. അവിടെ പൊട്ടുമെന്ന് കരുതി. ഞാനെന്നാൽ ഇവിടെ ആന ഇല്ലാന്നൊക്കെ കരുതിയിരുന്നു. ആന ഇറങ്ങണ റൂട്ടാണ്. ആനൻ്റെ ഒക്കെ ഇത് വെച്ചിരിക്കണം. ആന, മാന്, പോത്ത് ഇതൊക്കെ ഇറങ്ങണ ബോർഡ് വെച്ചിരിക്കണം അവിടെ. ഇവിടെ ചിക്കമംഗളൂർ 2 സ്റ്റാൻഡ് കേട്ടോ. ഒന്ന് നമ്മൾ ഇന്നലെ താമസിച്ച അവർ ഇന്ന് ഓടിയപ്പിലേക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു സ്റ്റേ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ നമ്മൾ. അപ്പോൾ അതാ ഇന്ന് എനിക്ക് സ്റ്റേ കിട്ടിയിരിക്കുന്നത് ചിക്കമംഗളൂരാണ്. നിങ്ങൾ വേറെന്താണ്? അഫ്നാസ്. വേറൊരാളുണ്ട് ഇവിടെ, അറഫാത്ത്. ഇവർക്ക് ഇവിടെ ബിസിനസ്സാണ്. അപ്പോൾ ഇവരെ അടുത്താണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇതാ നല്ല ചിക്കനും എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കട്ടെ. കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ ഇവിടുന്ന് ഷിമോയിക്കാണ് പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും